പഠിച്ചില്ല. എണ്ണ വെച്ചിട്ട് നീ എവിടെ പോവാ? കുളിക്കാൻ പോണു. എടാ എണ്ണ തേച്ചിട്ട് പോണെന്നാണോ ഞാൻ പറഞ്ഞേ? ശാസ്ത്രീയ നാമ. ഏത് ശാസ്ത്രി മാമൻ? ശാസ്ത്രി മാമന്റെ അല്ല, ശാസ്ത്രീയ നാമം. ശാസ്ത്രീയ നാമം. നീ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് ലാബ് എക്സാമാ. നീ വല്ലതും പഠിച്ചോ? പിന്നെ ഞാൻ മൊത്തം പഠിച്ചിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണിന് കാഴ്ച തരാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥി ഏത്? ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ അല്ലേ? റെജീന. അത് അങ്ങനെ അല്ല, അത് പണ്ട് തൊട്ടേ അത് അങ്ങനെയാ. അങ്ങനെയാണ്. അയ്യോ. പിന്നെ എബിൻ വർഗീസേ, ഈ സ്കൂളിലെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡറും 100% വിജയം പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക് നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എടാ, നമ്മുടെ സ്കൂളിന്റെ മതിലിന്റെ പുറകിലെ അയ്യോ KV സെബാസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ സംഭവം? അയ്യോ KV സെബാസ്റ്റ്യൻ. ഒരു തലയോട്ടിയുടെ ഫോട്ടോ വെച്ച് 2 ആരോ ചിഹ്നൊക്കെ വെച്ചിട്ട്. നിനക്ക് സ്കൂളിൽ ആരാവണമെന്നാ പറഞ്ഞേ? റാങ്ക് ഹോൾഡർ. അത് അയ്യോ KV സെബാസ്റ്റ്യൻ അല്ല, 11 KV സബ്സ്റ്റേഷൻ. അങ്ങനെയാണോ? അങ്ങനെയാണ്. എനിക്ക് കുറെ നാളായിട്ട് എപ്പോഴും എന്തെങ്കിലും വായിക്കുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. അത് എന്തുവായിരിക്കും വർഗീസ്? എനിക്കറിയാൻ പാടില്ല. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തൻ കെട്ടവൻ. നീ തന്നെ വിരലും കറക്കിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഇതിന്റെ അറ്റത്തൊരു ID കാർഡ് ഉണ്ടായിരുന്നല്ലോ, അത് അതങ്ങ പോയ വഴി അങ്ങ് പോയി. എന്നാടാ നിന്റെ കൊച്ചുകാരൻ ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ചേഴ്സിന്റെ പുറത്തേക്കാൻ പറ്റിയല്ലോ. നിന്നെ എന്തിനാ പ്രിൻസിപ്പളിനെ മുറി കൊണ്ട് നിർത്തിയത്? അയ്യോ, അത് മാങ്ങക്കെട്ട് കല്ലെറിഞ്ഞതിന്. ഒരു മാങ്ങക്കെട്ട് കല്ലെറിയുന്നൊക്കെ ഇത്രയും വലിയ തെറ്റാന്നോ? മാങ്ങക്കെട്ട് കല്ലെറിയണ തെറ്റല്ല, ആ മാങ്ങയെന്ന് വീണത് കഞ്ഞി വെക്കണ കുഞ്ഞുമോഞ്ചേട്ടന്റെ തലയിലാ. 8 സ്റ്റിച്ചാ. വെറുതെ അല്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോ കുഞ്ഞുമോഞ്ചേട്ടൻ ഹർഭജൻ സിംഗ് ഇരിക്കുന്ന പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലടാ, നിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തിനാ സസ്പെൻഡ് ചെയ്തേ? അത് ഞാൻ നിരപരാധിയാ. നിങ്ങളിത് കേൾക്കണം. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വരാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയേ. അപ്പൊ അനൂപ് സാർ എന്നോട് പറയുക, അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. നീ എന്നാ ചെയ്തേ? ഒരു അധ്യാപകൻ പറഞ്ഞ എങ്ങനെയാണ് കേൾക്കാണ്ടിരിക്കണേ? ഞാൻ പുള്ളിയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മുത്തച്ഛനും നിന്നെ വിളിച്ച്, എന്നിട്ട് ഞാൻ കുറ്റക്കാരൻ. അത് ഞാൻ ചെയ്തത് തെറ്റാണോ? അവൻ ചെയ്തത് തെറ്റില്ലല്ലേ? ശുദ്ധ തെണ്ടിത്തരം. അല്ലാതെ അതിനൊന്നും പറയാൻ പറ്റത്തില്ല. ആ ശരി, നീ സപ്പോർട്ട് ചെയ്യില്ലേ? ഇല്ല. ഒറ്റ അടിക്കും ഞാൻ, 10 അടിക്കും. +1 തോമച്ചേട്ടൻ എന്റെ കൂട്ടാൻ ഇടിക്കട്ടോ. മാട് പോലെയുള്ളവനൊക്കെ എന്നെ കണ്ട് പേടിക്കണം. ഡോറ അല്ല, അത് ജനല. അതല്ല ഡോറ. എന്നാണോ? ലവ് ലെറ്റർ. നീ എന്നാണ് ഈ നനഞ്ഞ മൈനയുടെ ഫിഗർ കൊണ്ട് കരയുന്നേ? ഞാൻ ഗ്രൈൻഡൊന്നും അല്ലല്ലോ, ലവ് ലെറ്റർ അല്ലേ തന്നത്. നിനക്കൊന്നും അല്ല, നിന്റെ കൂട്ടുകാർ അനീറ്റിക്ക് കൊണ്ട് കൊടുക്കത്. ഇപ്പഴെന്തിനാണ് നീ കരയണത്? ഇത് കൊടുത്താലും കൊടുത്തില്ലേലും കുറ്റം. നിനക്കാ വായിച്ചു നോക്കിട്ട് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഡോറേ, റോട്ടിലുണ്ട് പട്ടി, സ്കൂളിലുണ്ട് കുട്ടി, നീ എന്റെ തങ്ക കട്ടി. എടാ മരപ്പട്ടി, ഓടാ മരപ്പട്ടി. അതിങ്ങ കൊണ്ടുപാടി ഇസ്തിരിപ്പെട്ടി. ഞാനത് നോക്കിയിട്ട് തിരിച്ചോണ്ട് അല്ലെങ്കിൽ ഇവളെയൊക്കെ പ്രേമിക്കാൻ പോയി. ഞാനൊരു സാധനം കൊണ്ടുണ്ട്. CD ആടാ, പെൻഡ്രൈവ് അല്ല, കൊച്ചു പുസ്തകം. ഇതാണ് സ്പാരോ. എന്തിനാ ഉപയോഗിക്കുന്നേ? അയ്യോ, ഇത് സോഡാ കുപ്പിയുടെ അടപ്പ് ഞാൻ പൊട്ടിച്ച് ചളക്കിയതാ. ആണോ? ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആക്കിയാ മതി. കല്ല് വരെ അറ്റു പോകും. ആരാ ഉണ്ടാക്കി തന്നെ? എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നെ. അച്ഛൻ എന്തിനാ? അച്ഛൻ ഇപ്പൊ മൂക്ക് അറ്റു പോയിട്ട് ആശുപത്രി കിടപ്പുണ്ട്. അത്രയ്ക്കുണ്ട് നിന്റെ കോണം. നിനക്ക് വേണം? എനിക്ക് മൂക്ക് വേണം, പോടാ. എന്നാ ഈ ശരത് ബീസിന്റെ കൂടെ കൂടി നീ ചീത്തയായി പോ. നീ എന്റെ കൂടെ കൂടിയിട്ട് ഫുൾ A+ മേടിക്കാൻ നോക്ക്. എനിക്ക് A+ ഒന്നും വേണ്ട. എനിക്ക് വേറൊരു അംബീഷൻ ഉണ്ട്. എന്തുവാ? എനിക്ക് ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം. ശരിക്കും? പിന്നെ ആരാവണമെന്നാണ് പറഞ്ഞത്? ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. ഈ ക്രിക്കറ്റ് കളിക്കാരന്റെ കാര്യം നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂർണമെന്റിന് യവനെയും കൊണ്ട് പോയി. ഈ ക്രിക്കറ്റ് കളിക്കാർ വെക്കുന്ന പാടെടുത്ത് മുഖത്ത് വെച്ചിട്ട് ഇവൻ പറയുക, ഇതെന്നാടാ ഓക്സിജൻ മാസ്ക് മാത്രമേ ഉള്ളൂ, സിലിണ്ടർ ഇല്ലേന്ന്. അവനാണ് ലോകത്തെ ക്രിക്കറ്റ്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ? ഞങ്ങൾക്ക് രാവിലെയാണ്. എനിക്ക് ഉച്ച കഴിഞ്ഞാ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തരാമോ? സത്യം, ട്രൂത്ത്. അമ്മ സത്യം തരാടാ. എന്നാ ഞാൻ പോവാട്ടോ. അയ്യോ, 8 ബിയിൽ സുമേഷ് വന്നു. പാവം പിടിച്ചവനാ. സുമേഷേ, നിന്റെ അച്ഛൻ്റെ ഉച്ചി നിൽക്കണം അവിടെ. ഞാൻ വരുവാ കേട്ടോ. എന്തൊരു ശല്യം നോക്കിയവനെ. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുവാ? വായിച്ച് മനസ്സിലായിക്കോ. എന്തുവാ? എന്റെ ഹൃദയവാ. ഞാൻ
വിചാരിച്ച് കപ്പ പൊളിച്ചു വെച്ചേക്കുന്നതാണ്. കപ്പ പൊളിച്ച് വെച്ചേക്കുന്ന അല്ല ഇതെന്റെ ഹൃദയം. നിന്നെ ഞാൻ പിണങ്ങി, നിന്നെ കൂട്ടില്ല. എന്നോട് എന്തിനാ പിണങ്ങുന്നേ? പിണങ്ങി, നീ എന്നെ കളിയാക്കി. ഞാൻ നിന്റെ ബെസ്റ്റ് അല്ലേ? ആണോ? ബെസ്റ്റിയോട് ഒരിക്കലും പിണങ്ങാൻ പാടില്ല, കൂട്ടുകൂടിക്ക്. അങ്ങനെയെങ്കിൽ നീ എന്നോട് മിണ്ടുവാണെങ്കിൽ നിനക്ക് ഒരു കൂട്ടായം തരാം. എന്നതാ? നെല്ലിക്ക ഉപ്പിലിട്ട്. നെല്ലിക്കൊപ്പിലിട്ടതാ? നെല്ലിക്കൊപ്പിലിട്ടത് എനിക്ക് കൊടുത്താ കഴിഞ്ഞ ആ. തരാം. താ. അല്ല വേണ്ട, നിനക്ക് തരത്തില്ല. അതെന്നാ? ഇല്ല തരത്തില്ല. അതെന്നാ? ഇല്ല, നിനക്ക് ഭയങ്കര കൊതിയാ. ഒരെണ്ണം താടി, ഒരെണ്ണം താടി. വേണ്ട, ഓർത്ത് ഇത്രയും കണ്ടും തെണ്ടില്ല. ചോദിച്ചില്ല കൊടുത്തില്ല, മോശം. കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? എന്റെ വീട്ടിൽ ഇതുപോലെ കൊറേ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ കയറി പോടാ, ക്ലാസ്സിൽ കയറാ. നാളെ നീ അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി കേട്ടോ. വേണ്ട, ഇനി അവൻ എന്റെ തന്തയ്ക്ക് വിളിക്കും. ആ പരീക്ഷ ഉള്ളതല്ലോടാ, അതെ. പരീക്ഷ ഉള്ളതാണോ? എന്നാ കയറിയില്ലടാ അങ്ങോട്ട്. ആശ ഇതന്നെ ഇത്. നമ്മുടെ സ്കൂളിലെ മണി മോഷണം പോയി. ആ. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ് സാറുമാരെല്ലാവരും ക്ലാസ്സിൽ ചെന്ന് മണി അടിച്ചിട്ട് തുടങ്ങിയാൽ മതി. അയ്യോ സോറി. എന്നാടാ വായില് ഉപ്പിലിട്ടാ? വീട്ടിൽ ഭരണയില്ലേ? അതല്ലെന്ന്, ഉപ്പിലിട്ടത് ഞാനത് വായിലോട്ട് അത് അണ്ണാക്കിലോട്ട് ഇറങ്ങിയല്ലേ? എന്നാ കാണിക്കുവാ? ഇറക്കുവാ. അത് ഉണ്ടാക്കിട്ടിട്ട് ഞാൻ കൊലക്കേസ് പറയണോ? അത് ഇനി ആരെടുത്ത് കളയും? എന്റെ പൊന്നെ വല്ല കാക്ക എടുത്തോണ്ട് വെക്കോളും. ആ ഞാനേ കൊള്ളാം. അതായത് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഇരിക്കുന്ന അസ്ഥികൂടത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിനിപ്പോ തെർമോക്കോൾ നട്ടല്ല, ഇതിന്റെ നട്ടൽ ആരാ എടുത്തോണ്ട് പോയത്? എന്റെ പൊന്നു സാറേ ഞാനല്ല, പിന്നെ ശരത്ത് ബിയസാ. അവൻ എന്തിനാടാ അതിന്റെ നട്ടല്? അവന്റെ അമ്മ എന്നും അവനോട് പറയുന്നു അവന്റെ അച്ഛന് നട്ടലില്ല, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ആ ചെറുക്കൻ ഇവിടെ കേട്ടില്ല കേട്ടോ. അതിനാ? അവനെ പന്ന ചെറുക്കനാ, എനിക്കറിയാം. വെറും പന്നനവൻ. കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിൽ കുറച്ച് നാരങ്ങ മിഴിഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടത് പറയാ, സാറേ ഫ്രഷ് ലൈമാ കുടിച്ചോളെ. സാറത് കുടിച്ചാ? ഇല്ല, ഞാൻ വയറ് നിറഞ്ഞിരുന്നോണ്ട് കുടിച്ചില്ല, അതുകൊണ്ട് പന്നനവൻ. അവന് ഇന്നത്തെ കേട്ടരുത് കേട്ടോ, കേട്ടില്ല. പിന്നെ പ്രിൻസിപ്പള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്ര പരിഷത്ത് വരുവാണ്. അപ്പൊ ശാസ്ത്ര പരിഷത്ത് വരുമ്പോ അതിന് പേര് കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ഇപ്പൊ പേര് തരിക. ഞാൻ എന്തിനാ മോളെ? ചന്ദ്രത്തിന് നിർമ്മാണം. ആരും പങ്കെടുക്കാത്ത മത്സരം. ഇതുവരെ സ്കൂൾ കുട്ടികൾ ചന്ദനത്തിരി നിർമ്മാണത്തിന് പങ്കെടുത്തിട്ടില്ല. നിനക്ക് ഫസ്റ്റ് കിട്ടുവോ ചെയ്യും. അല്ല അങ്ങനെയെങ്കിൽ സാറേ ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്ത ചിരട്ടക്കകത്ത് വിരിഞ്ഞു വരുന്ന താമര ഉണ്ടാക്കട്ടെ. അത് ചിരട്ടക്കകത്ത് വിരിഞ്ഞു വരുന്ന താമരയായിരുന്നു. ആ. എന്റെ പൊന്നു കുഞ്ഞാ, ഞങ്ങൾ ഓർത്ത തവള ആവണിച്ചിരിക്കണതാണ്. എന്നെ പോലെ 3 അധ്യാപകര് ടോർച്ചും കത്തിച്ച് രാത്രി ഇരുന്നിട്ടാണ് അത് തവളയാണെന്നെങ്കിലും മനസ്സിലാക്കിയത്. അതുകൊണ്ട് മോളെ നീ പഠിച്ചാൽ മതി, നീ ഒന്നിനും പങ്കെടുക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് പരീക്ഷ തുടങ്ങിയാലോ? കേറിയിരുന്നേ, ഓടിക്കേ ഓടിക്കേ. അറ്റത്ത് പോ. ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് കേട്ടോ. ഇല്ല ഇല്ല. ഉറുമ്പിന്റെ പുറകിലുള്ള ഗ്രന്ഥിയുടെ പേരെന്ത്? ചന്തിഗ്രന്ഥി. എന്നാ ഗ്രന്ഥി ആയിട്ട് ഇങ്ങനെ വന്നേടാവേ. ചന്തി ഗ്രന്ഥി അല്ലേ? ഇങ്ങനെ വന്നേ. ടൈറ്റ് ആയോ? ഇല്ല. ഇല്ലല്ലേ, ഇപ്പൊ ടൈറ്റ് ആയോ? ശകലം ഡേറ്റ് ആയി. ഇച്ചിരി കൂടെ ടൈറ്റ് ആയോ? Tight ആയി. ചന്തി ഗ്രന്ഥി എന്ന് പറയോ? ചന്തി ഗ്രന്ഥി എന്ന് പറയോ? പഠിച്ചിട്ട് വരുമോ? അപ്പൊ കേറി. നൊന്തോ? ഇല്ല, വെന്ത്. അടുത്ത ചോദ്യാണേ. മെർക്കുറി എടുത്തോണ്ട് തരിക. സാർ ഇത് ചോദിക്കും എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പപ്പാനെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചു. എന്നാ മോളെ? മലക്കറി. മെർക്കുറി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ മലക്കറി എടുത്തോണ്ട് വന്നേക്ക്. ഈ ഇരിക്കുന്ന പളുങ്ക് പോലെയുള്ള സാധനമാണ് മെർക്കുറി. അയ്യോ ഇതാണോ പളങ്ക്? ആ. അപ്പൊ ഇതിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. അയ്യോ ക്ലാസ്സിൽ വരുവോ? ഇതെന്നാ സാറാ സ്വയം എക്സാം ഇടുവോ? എടാ നിന്നെയൊക്കെ തല്ലണേന്ന് പേര് ഞാൻ എന്നെ തല്ലി എന്റെ ദേഷ്യം അങ്ങ് തീർക്കട്ടെ. ക്ലാസ്സിൽ വരുവോ? അങ്ങോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ആസിഡും ആൽക്കലിയും ചേരുമ്പോൾ എന്താവുന്നു? നല്ലൊരു സിനിമയാവും. ആരുകാരി പറയണേ? ആസിഫ് അനാർക്കലി. മറ്റവനെ നിന്നെ ഞാൻ കുറെ നാളായിട്ട് ആസിഫ് അനാർക്കലിയുടെ കാര്യമാണോ പറഞ്ഞത്? ആസിഡും അനാർക്കലിന്ന് ആസിഡും ആൽക്കലിയും അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത സാധനമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഗ്രാഫ് വരയ്ക്കുക. പെട്ടെന്ന് വരച്ചോ കേട്ടോ. ഓ ക്ലാസ്സിൽ കയറി വന്നിട്ട് എന്നാ എന്റെ പൊന്നു കുഞ്ഞാ ഇത്രയും വിശദീകരിക്കണ്ട, അത് ഡ്രിമ്മി. ഡ്രിമ്മി ഞാൻ പറഞ്ഞത് അത് കീറി എന്നെ തരാനല്ല ഞാൻ പറഞ്ഞത്, അത് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട്. ആ നീ പ്രകാശ സംശ്ലേഷ പ്രകാശന് 2 ഭാര്യയും 4 മക്കളും ഉണ്ട്. അതാണ് പ്രകാശന്റെ സംരക്ഷണം. ഇതെന്നാണിത്? എനിക്കറിയാം നീ എത്ര ഉയരങ്ങളിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. നീ എന്തേലും കാണിച്ചു വെക്കും കുഞ്ഞ്. അത് മേളിയിട്ട് പോണം, മേളിയിട്ട് അങ്ങനെ പോണം. റൈസർ ഉണ്ടോ? റൈസർ ഉണ്ടോ?
ആരോടാന്ന് പറ. കട്ടടപ്പറുണ്ടോ? ഞാൻ തരാം. ഞാൻ തരാം. അപ്പൊ അത് അങ്ങ് മാച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അല്ല, മൊത്തം എഴുതിയില്ല. പിന്നെ ഓ, സാറേ, കുറച്ചുകൂടെ എഴുതാറുണ്ട്. കുറച്ചുകൂടി കലകളുടെ സമയം കൂടെ കിട്ടിയത് നമ്മൾ എഴുതിയാനല്ലേടി. 2 മണിക്കൂറുണ്ടായിട്ട് നീ ചെയ്തില്ല. പിന്നെ ശകലം സമയം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ പോവാണ്. 3 മാസം കൂടിയേ 10ാം ക്ലാസ് ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഉഴപ്പരുത്. ശാസ്ത്ര പരിഷത്തിനും ടൂറിനൊക്കെ കൂടണം കേട്ടോ. എക്സാം കഴിയുമ്പോൾ ഉള്ള ബെല്ല. അങ്ങനെ നമ്മളെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലേടി. കഴിഞ്ഞ്. നീ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വരുമോ? ഇല്ലടാ, പപ്പായ്ക്ക് സ്ഥലമാറ്റം. അത് കാരണം എന്നെ അടുത്ത കൊല്ലം വേറെ സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് പപ്പാച്ചി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കാണത്തില്ലേ? ഇല്ല. അപ്പൊ നീ എന്നാ എനിക്കൊരു ഓട്ടോഗ്രാഫ് ചെയ്ത് തരുമോ? തരാം തരുമോ? തരാം. എനിക്കൊരു ഓട്ടോഗ്രാഫ് ചെയ്ത് തരാം. ഞാനും നിനക്ക് ഓട്ടോഗ്രാഫ് ചെയ്ത് തരാം കേട്ടോ. ആണല്ലേ? എന്നെ മറക്കല്ല്, വിളിക്കണമെന്നും. MA മറന്നാലും BA മറന്നാലും എന്നെ മറക്കല്ലേ എന്ന് ഡോറ PS. ഡോറ PS. എബിൻ വർഗീസ്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. പടിയിറങ്ങി പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഇടനാഴികളാണെങ്കിലും ഹൃദയത്തിൽ കൊത്തിവെച്ച ചില സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അത് അന്നും ഇന്നും മായാതെ മറയാതെ ആ ഇടനാഴികളിൽ, അല്ലെങ്കിൽ ചിലരുടെ മനസ്സുകളിൽ, അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഓട്ടോഗ്രാഫുകളിൽ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം.